എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ ഇസ്രായേലിന്റെ ആ ഒരു വടക്കൻ മേഖലയിൽ നിന്നും? ഇപ്പോൾ ഇവിടെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല. ഇന്നലെ രാത്രിക്കുള്ള ചെറിയ ചെറിയ ഒറ്റട്രിപ്പ് ഉണ്ടായിരുന്ന അലാറം അങ്ങനത്തെ കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം പൊതുവെ ഒരു ആക്രമണം കുറഞ്ഞിട്ടാണ് ഉള്ളത്. ചില വാർത്തകളൊക്കെ വരുന്നുണ്ടായിരുന്നു, ആ അതിർത്തി മേഖലയിലെ ഗ്രാമങ്ങളിൽ നിന്നും ജനങ്ങളോട് ഇവാക്യുവേറ്റ് ചെയ്യുവാൻ ഇസ്രായേൽ ഇങ്ങനെ ഓർഡർ നൽകി എന്ന തരത്തിലുള്ള ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു. അതെന്തെങ്കിലും സ്ഥിരീകരണമുണ്ടോ? ഇല്ല, ഇല്ല. അങ്ങനെ അങ്ങനെ ഇതുവരെയും ഒരു അറിയിപ്പുകൾ ഉണ്ടായിട്ടില്ല. ഓക്കെ. പിന്നെ ആൾക്കാരോട് അലാറങ്ങൾ കാര്യങ്ങൾ വരുമ്പോൾ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലോട്ട് മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത്രമാത്രമേ ഉള്ളൂ. ഓക്കെ. അല്ലാണ്ട് ആൾക്കാരെ ഒഴിപ്പിക്കുന്നതോ അങ്ങനത്തെ ഒരു ഇതുവരെയും തുടങ്ങിയിട്ടില്ല. ഓക്കെ. ഹിസ്ബുള്ളകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന മിസൈൽ അറ്റാക്ക് അല്ലെങ്കിൽ ഡ്രോൺ അറ്റാക്ക്, അതിന്റെ ഒരു ഫ്രീക്വൻസി എത്രമാത്രമാണ്? അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഡ്രോൺ അറ്റാക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പക്ഷെ അത് നമുക്ക് വലുത് ഇങ്ങനെ നമ്മളെ ബാധിക്കുന്നില്ല. അത് സംഭവങ്ങൾ അത് മുകളിൽ തന്നെ വെച്ച് തന്നെ എല്ലാം പൊട്ടിച്ചു കളയുകയാണ് ചെയ്യുന്നത്. ഓക്കെ. കഴിഞ്ഞ ദിവസം നമ്മൾ ഇസ്രായേലിൽ നിന്നും നമ്മൾ ശ്രമിച്ചിരുന്നു, അവിടെ ആ ഒരു സ്റ്റേറ്റ് ഓഫ് ഒരു എമർജൻസി ഒരു മാർച്ച് 12 വരെ അങ്ങനെ തുടരും എന്നൊരു കാര്യം. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾക്ക്, ഞാൻ ലെബനോൻ അതിർത്തി മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, മൊത്തത്തിൽ ഇസ്രായേലിൽ നിയന്ത്രണങ്ങൾക്ക് എത്രത്തോളം ഒരു ഇളവ് വന്നിട്ടുണ്ട്? ഇന്നലെ കുറച്ച് ഇളവുകളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഇന്നലെ തൊട്ട് കുറച്ച് ജോലിക്ക് പോകുന്നതിനും കാര്യങ്ങളെ കുറിച്ചെല്ലാം ഇളവുകൾ വന്നിട്ടുണ്ട്. ജോലി ചെയ്യാൻ കാര്യങ്ങൾ ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല. ഓക്കെ. ഞായറാഴ്ച തൊട്ടിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഒന്നുകൂടെ ക്ലിയർ ആകുക. ഓക്കെ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ചിട്ടുണ്ടോ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്നില്ല. മറ്റുള്ള ഫാക്ടറികൾ കാര്യങ്ങൾ എല്ലാം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ വളരെ വ്യക്തമാണ്, IDF ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധം ആ മേഖലയിൽ തീർക്കുന്നുണ്ട് അല്ലെ? ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധം. അപ്പോൾ ജനങ്ങൾക്ക് ഒരു ഭീതിപ്പെടേണ്ട, ഒരു ഭയപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. നമ്മൾ മലയാളികളും നമ്മുടെ പ്രവാസി സമൂഹം എല്ലാവരും സേഫ് ആയിട്ട് തന്നെയാണ് അവിടെ ആയിരിക്കുന്നത് അല്ലെ? എല്ലാവരും സേഫ് ആയിട്ട് തന്നെ ഇരിക്കുന്നു. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കാണ് ഭീതിയും കാര്യങ്ങളും കൂടുതലായിട്ടുള്ളത്. ഇവിടെയുള്ള ജീവിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ഒരു പേടിയും പേടിക്കേണ്ടതില്ല. ഗവൺമെന്റിന്റെ എല്ലാ ഇതും അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് കുഴപ്പങ്ങളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തീർച്ചയായും അത് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ലിജോ. അവിടെ നമ്മുടെ മലയാളികൾ, നമ്മുടെ പ്രവാസികൾ, ഇസ്രായേലിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് യാതൊരുവിധ ഒരു ഭീഷണിയോ ഒരു ഭീതിയോ ഇപ്പോൾ നിലവിലില്ല. ഒരു കാഷ്വാലിറ്റിയും അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. തീർച്ചയായിട്ടും വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ലെബനോൻ അതിർത്തി. കാരണം നമുക്കറിയാം, അവിടെ നിന്നും ഈ ഹിസ്ബുള്ളകളുടെ അറ്റാക്ക് ഉണ്ടാകുന്നു എന്നൊക്കെയുള്ള നിരവധി വാർത്തകളുണ്ട്. അറ്റാക്ക് ഉണ്ടാകുന്നുണ്ട്, അത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ സാധാരണക്കാർക്ക് ഒരു കാഷ്വാലിറ്റിയോ അല്ലെങ്കിൽ നാശനഷ്ടങ്ങളോ ഒന്നും അവിടെ സംഭവിക്കുന്നില്ല എന്ന വളരെ ആശ്വാസകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് ലെബനോൻ അതിർത്തിയിൽ നിന്നും മലയാളിയായിട്ടുള്ള ലിജോ കെറ്റി ഈ ഒരു ഘട്ടത്തിൽ ഷെക്കിന ന്യൂസിനോട് അതിന്റെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ പങ്കുവച്ചത്.